അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഴക്കാറൊക്കെ ആയിട്ട് ഒരു മൂടി കെട്ടിയ അന്തരീക്ഷമാണ്. ഈ ഒരു വീഡിയോ എടുക്കുന്നതിന്റെ തലേ ദിവസമാണ് ഞങ്ങൾ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് 2 ദിവസം മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഒരു വ്ലോഗ് എടുക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും സ്നാക്സൊന്നും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. വല്ലപ്പോഴും എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കുന്നല്ലാതെ, കാരണം മക്കൾക്ക് നോമ്പുള്ളത് കൊണ്ട് അവർക്ക് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കുന്നല്ലാതെ കാര്യമായിട്ട് സ്നാക്സോ അല്ലാതെ നമ്മൾ നോമ്പിനായിട്ട് ഉണ്ടാക്കുന്ന ഫുഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാറില്ലേ. 2 ദിവസം മാറി താമസിച്ച സമയത്ത് അതിൽ ഒരു ദിവസം എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു ഇഫ്താറും സുഹൂറും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നത്തെ ദിവസം ഇഫ്താർ ബോക്സും സുഹൂർ ബോക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് ഞങ്ങൾ വില്ലയിലെത്തിയിട്ടുള്ള ആദ്യത്തെ ആ ഒരു നോമ്പാണ്. അപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നമ്മൾ നോമ്പിനായിട്ട് ഉണ്ടാക്കുന്ന തരിക്കഞ്ഞിയും 2 ഐറ്റം സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ നൈബേഴ്സിനൊക്കെ കൊടുത്തിട്ട് നോമ്പ് തുറക്കാം. പിന്നെ ഫുഡ് ഞാൻ കൊടുത്ത് പോയി. ഞാനിപ്പം തുറന്ന് ഫുഡെല്ലാം എന്താ തിന്നാത്ത പൊടി ഇട്ട് കൊടുക്കണ കൂട്ടില് കുറച്ചിട്ട് കൊടുക്കണ്ട. അന്ന് ഇട്ട് കൊടുത്തല്ലേ നമ്മള് പോകുന്നതിന്റെ മുന്നേ. കേട്ടല്ല, കുറച്ച് കളിച്ചോട്ടെ പുറത്തുനിന്ന്. നല്ല മഴക്കാറുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല രസമുണ്ട്. നല്ല സ്മെല്ലുണ്ട്. നാട്ടിലത്തെ ഒരു നല്ല സ്മെല്ലുള്ള ഒരു മരം. നമ്മളെ മരുന്ന് പിടിയല്ലല്ലോ മണക്കുന്ന അതേ മരം. ആയുർവേദ ഷോപ്പിൽ ഉണ്ടാകുന്ന അതേ മണം. No, he was the only person in the house and everyone was just outside. And I started to cry little. ഇപ്പം മക്കൾക്ക് സ്കൂളും മദ്രസയിലൊക്കെ ഓൺലൈൻ ക്ലാസ് ആണല്ലോ. അപ്പോൾ മദ്രസയിലെ ഓൺലൈൻ ക്ലാസ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഖുർആൻ റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ ഉസ്താദോട് കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു അന്ന് ഇവാക്യുവേറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ. അപ്പം നമുക്ക് സ്നാക്സും ഈ ഒരു ചീര വെച്ചിട്ട് ഒരു ചീര കുറേ നട്ടിട്ട് ഇതിൽ ഒന്ന് മാത്രമേ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എൻ്റെ പുതിയ മണ്ണായിരുന്നു. അപ്പോൾ വളവും കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു തണ്ട് മാത്രമേ പിടിച്ചത്. അപ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ലീഫ് ഞാൻ വിചാരിച്ചു ജമലൂന് ഉപ്പേരി വെച്ചിട്ട് കൊടുക്കാം. നമ്മൾക്ക് ഇഷ്ടമായി ഈ ഒരു ലീഫി വെജിറ്റബിൾസ് എല്ലാം. അപ്പോൾ കഞ്ഞിയും ഉണ്ടാക്കാം, ജീരക കഞ്ഞിയും അതിൻ്റെ കൂടെ ഈ ഒരു ചീര ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ തന്നെ ഓരോ ലീഫൊക്കെ കേടായതും കരിഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോഴേക്കും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കരുതി തേങ്ങയും മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഉപ്പേരി ആക്കാന്ന്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം ആ ഒരു ചീര ഉപ്പേരി ആക്കാം. പിന്നെ ഞാൻ മക്കളെ സ്കൂളിലെ ഓൺലൈൻ ക്ലാസ് രാവിലെ ഒരു 8 o'clock സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ജമലുവിന് വേണ്ടിയിട്ട് നമ്മൾ ജീരകക്കഞ്ഞി എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെ അവൾക്ക് വേഗം കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ജീരകക്കഞ്ഞി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ഒന്നും അരച്ചിട്ടില്ല, കഞ്ഞിയോടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഈ ഒരു ഉപ്പേരി ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ആ ഒരു ജീരകത്തിൻ്റെ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കണം കഞ്ഞിയിലേക്ക്. പിന്നെ സ്നാക്സ് ആയിട്ട് സ്പ്രിംഗ് റോളും നമ്മളെ പഴം നിറച്ചതുണ്ടല്ലോ അതും ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഫോൾഡ് ചെയ്തിട്ട് ഫ്രീസറിൽ ഫ്രോസൺ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. മോർണിംഗിൽ ആ ഒരു ഓൺലൈൻ ക്ലാസ് ഇവർക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ ഇതും ഈ ഒരു കഞ്ഞി വേവിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ എളുപ്പത്തിൽ പിന്നെ പൊരിച്ചെടുക്കുകയല്ലേ വേണ്ടൂ. പഴം നിറച്ചത് വേഗം ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു അസറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയത്. ചീര ഉപ്പേരിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതന്നല്ലേ. പക്ഷേ പലരും പലതരത്തിലായിരിക്കും ഉണ്ടാക്കുക. നമ്മളെ തേങ്ങയുടെ ചട്നി ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും. ഞാൻ യൂഷ്വലി സാധാരണ എല്ലാ ചീരയും ഉപ്പേരിയും ഒക്കെ ഇങ്ങനെയാണ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും, അതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം സവാളയും പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കും. എന്നിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയെന്നേ ചെയ്യാം. എന്നിട്ട് ആ ഒരു തേങ്ങ ഒന്നങ്ങ് വറന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനിപ്പം മുട്ട ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല കൊട്ടാളം പോലെ നമ്മൾ മുട്ടക്കൊട്ടാളം ഉണ്ടാക്കില്ലേ അതുപോലെ നല്ലോണം അങ്ങ് വറുത്തെടുക്കുന്നുണ്ട്. സ്പൂണ് വെച്ച് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഇതിലേക്ക് ചീരയുടെ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ലീഫ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കൊന്നും വേണ്ട. ചീര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടിക്കോളും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്നങ്ങ് എല്ലായിടത്തും ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അതങ്ങ് കുക്കായി കിട്ടും. പിന്നെ ലീഫൊന്നും ഒരുപാട് അങ്ങ് കുക്ക് ചെയ്ത് എടുക്കാത്തതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് ഇത്രയും മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് പിന്നെ അയൺ പോട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ചൂടിൽ കിടന്നിട്ടും ബാക്കി അങ്ങ് കുക്കായിക്കോളും. അപ്പോൾ അതവിടെ ചൂടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞിയിലോട്ട് തേങ്ങ അരച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ തേങ്ങ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഫസ്റ്റ് വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജീരകക്കഞ്ഞിയുടെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. സാധാരണ ചെറുകിയ തേങ്ങയിലോട്ട്
നല്ല ജീരകവും വേണമെങ്കിൽ ചെറിയുള്ളി. എനിക്ക് ആ ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെറും ജീരകം മാത്രമാണ് ചേർത്തത്. ചൂടുവെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചിട്ട് അത് നല്ലോണം തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് ഇളക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഉണ്ടാക്കേണ്ടത് പഴം നിറച്ചതാണ്. അപ്പോൾ പഴം നിറച്ചതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതന്നെയായിരിക്കും. ഞാനിപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ളതൊന്നല്ല കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്, എളുപ്പപ്പണിയാണ്. നമ്മൾ പഴം ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് ഓയിൽ നല്ലോണം ഒന്ന് വറുത്ത് കോരി മാറ്റിയിട്ട് അതിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ പഴം നിറച്ചതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ആദ്യം പഴം നീളത്തിൽ അതും ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യില്ലല്ലോ, ഒരു പഴം അങ്ങനെ തന്നെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ചിട്ട് ആ ഒരു ഫില്ലിങ് മൈദയുടെ ബാറ്ററിൽ കവർ ചെയ്തെടുത്തിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ അതിനെല്ലാം കുറച്ച് മെനക്കേടായതുകൊണ്ട് ഇത് എളുപ്പമാണ്. ആദ്യം നമ്മൾ പഴം രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഓയിൽ നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അത് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങ് കീറി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ചു കൊടുക്കുക ചെയ്യുന്നത്. മൈദയുടെ ബാറ്ററിലൊന്നും കവർ ചെയ്തെടുക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇനി ആ ഒരു സെയിം ഓയിൽ തന്നെ ഇട്ടിട്ട് സ്പ്രിംഗ് റോൾ ഒന്നങ്ങ് പൊരിച്ചെടുക്കുന്നുണ്ട്. സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് ഞാൻ ചിക്കൻ റോളിൻ്റെതാണ് ഉണ്ടാക്കിയത്. കാരണം കാബേജും ക്യാപ്സിക്കും ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കൻ റോൾ ജസ്റ്റ് നമ്മൾ ചിക്കൻ റോളിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ, നല്ല ക്രിസ്പി ആയിട്ടായിരുന്നു ഈ ഒരു സ്പ്രിംഗ് റോൾ ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും പൊരിച്ചെടുക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കാനുണ്ട്. മാഷാല്ലാ ഞങ്ങൾ നോമ്പിന് മാത്രമല്ലേ എന്തെങ്കിലും ഇതുപോലെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മുകളിലായിട്ട് ഒരു ബാച്ചിലേഴ്സും താമസിക്കുന്നുണ്ട്. അപ്പോൾ ബാച്ചിലേഴ്സൊക്കെ അറിയാലോ, വീട്ടിൽ നിന്നൊക്കെ മാറി താമസിക്കുന്ന അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചാൽ നല്ല കാര്യമല്ലേ. അപ്പോൾ അവർക്കും അപ്പുറത്ത് നമ്മളെ ഫിലുവിൻ്റെ വീട്ടിലും ഇങ്ങനെ കൊടുക്കാറുണ്ട്. അവർ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾക്കും തരാറുണ്ട്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി മക്കൾക്ക്. അവരിൽ നിന്നാണ് ഉണ്ടാക്കിയത്, അവരിൽ നിന്ന് എന്താ സ്പെഷ്യൽ, അങ്ങനെ ഓരോ സ്പെഷ്യൽ അവരെ സ്പെഷ്യൽ ഞങ്ങൾക്ക് തരും, ഞങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് അങ്ങോട്ട് കൊടുക്കും, അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് തരി കാച്ചത് കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചേ. നോമ്പിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു തരി കാച്ചത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. തേങ്ങാപ്പാലിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ, പക്ഷെ അതൊന്നും എടുക്കാനുള്ള മടി ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ സാധാ പാലിലാണ് ഉണ്ടാക്കിയെടുത്തത്. ആദ്യം നെയ്യിൽ കുറച്ച് ചെറിയുള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി നല്ലോണം അങ്ങ് വറുത്തെടുക്കുക. എന്നിട്ട് ആ ഒരു സെയിം പാത്രത്തിൽ തന്നെ അത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് തന്നെ പാൽ ഒഴിച്ചു കൊടുക്കുക. പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് തിളച്ച് വരുമ്പം റവ ഇട്ട് കൊടുക്കുക. റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുക. കാരണം ഇത് പെട്ടെന്ന് തിക്കാവുന്ന സാധനമാണ്. അപ്പോൾ ഒരുപാട് തിക്കായിട്ടും തീരെ ലൂസായിട്ടും അല്ല വേണ്ടത്. അപ്പോൾ ഒരു ഇത്തിരി മാത്രം റവ ചേർത്ത് കൊടുത്തിട്ട് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുത്താൽ നമ്മൾ തരി കാച്ചത് റെഡിയാണ്. പിന്നെ ഇതാ നമ്മളെ പഴം നിറക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. പഴം ആദ്യം പൊരിച്ചെടുത്തിട്ട് അതിന് ചൂടാറിയതിന് ശേഷം കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ ഫില്ലിങ് ഞാൻ വേറൊന്നുമല്ല, നമ്മളെ ഉന്നക്കായ്ക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സെയിം ഫില്ലിങ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പഴം നിറച്ചത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്ക് ഈ ഒരു 3 ഐറ്റമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പഴം നിറച്ചതും സ്പ്രിംഗ് റോളും പിന്നെ തരി കാച്ചതും. പിന്നെ ഇത് 3 ഉണ്ടാക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ നോമ്പ് തുറക്കേണ്ട ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം ഇത് അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ ഓതി വെച്ച് കൊടുക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസ് അടിക്കാനൊന്നുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ആപ്പിളും ഓറഞ്ചും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത്രമാത്രം. ഇനിയിപ്പോൾ ഇത് 2 വീട്ടിലേക്കും ഓതി വെച്ച് കൊടുത്തതിന് ശേഷം നോമ്പ് തുറക്കട്ടെ. മേലെ 3 ആയി ആയിഷ അങ്ങനെ മേലെയുള്ള റൂമിൽ കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ സമീറിന് കൊടുത്തു. ഓക്കെ, ബാക്കി വന്നിട്ടുള്ള തരി കാച്ചത് ഞങ്ങൾ 4 പേർക്ക് കറക്റ്റ് ആയിരുന്നേ. ആ ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക്. പിന്നെ ജമലൂന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ചെറുതായിട്ട് കഫക്കെട്ടും ശ്വാസം മുട്ടലൊക്കെ വരുന്നത്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എനിക്കും അവൾക്കൊക്കെ അസുഖം വരിക. അപ്പോൾ പാലും മധുരമൊക്കെ ആയതുകൊണ്ട് കൊടുത്തിട്ടില്ല. പിന്നെ അവളൊന്നും കഴിക്കാനും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും നോമ്പ് തുറക്കുമ്പോൾ അടുത്തുണ്ടാകുന്നത്. കഫി ഹോസ്പിറ്റലിൽ പോണാ? അല്ലോ, ഫീവർ ഉണ്ടാ? ചൂടുണ്ടല്ലോ. പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്യും പോലെയാ വരുവാ.
ഇഞ്ചക്ഷൻ വേണോ? വേണോ? ഞാൻ ഇതിങ്ങനത്തെ വെൻഡോളിന് അതങ്ങ് പിടിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു നോമ്പുതുറയുടെ വിശേഷങ്ങൾ. പിന്നെ ഈ ഒരു റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.